ഹലോ ഗായ്സ്, തേങ്ങാച്ചമ്മന്തിക്ക് പൂതിയായപ്പോൾ ആരോ പറഞ്ഞു ലുലുവിൽ തേങ്ങ ഉണ്ടെന്ന്. അങ്ങനെ ലുലുവിലേക്കൊന്നാണ് പോകും. അങ്ങനെ ലുലുവിലെത്തി തേങ്ങ തിരഞ്ഞ് തേങ്ങ കണ്ടെത്തി. തേങ്ങ അവിടുന്ന് കുറച്ച് പൊറുക്കി. അങ്ങനെ പെട്ടെന്ന് എടുത്ത് തൂക്കുന്നിടത്തെത്തി തൂക്കി ഞാൻ പുറത്തെത്തുകയും ചെയ്തു. അപ്പോൾ ഗായ്സ്, നമ്മളെ പരിപാടി ചമ്മന്തി പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. കാണുന്നുണ്ടോ? തേങ്ങ ഉണ്ട്, ഇഞ്ചി ഉണ്ട്, മുളക്, വറ്റൽമുളക്, പുളി, ഇതെന്താ സാധനം, ചെറിയ ഉള്ളി, നമ്മളെ മീറ്റർ, ഇതൊക്കെ റെഡിയായി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കാണിച്ചു. ഹായ്, അപ്പോളേ തേങ്ങ ലുലു പോയി വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ചമ്മന്തി ഇറക്കണം. ചമ്മന്തി കൂട്ടാനൊരു പൂതി. കഞ്ഞിയും ചമ്മന്തിയും ഭയങ്കര വെയിലാണ്. അപ്പോൾ കഞ്ഞി കുടിക്കാനൊരാഗ്രഹം. അപ്പോൾ പോയിട്ടൊരു വേഗം പോയിട്ടൊരു തേങ്ങ വാങ്ങിയിട്ട് വന്നു. തേങ്ങ, ചെറിയ ഉള്ളി എന്തായെന്ന് പറഞ്ഞ ഉള്ളിയല്ലേ, ഉള്ളിയും പിന്നെ പച്ചമുളകും ഒക്കെ പാടിട്ടിട്ട്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ പാടിട്ടൊരു ചമ്മന്തി. അതെങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കിക്കോളിട്ടോ. അപ്പോൾ അങ്ങോട്ട് പോരി, കണ്ടോളി. തേങ്ങ ലുലുന്ന് വാങ്ങിയ തേങ്ങ, ഇവിടെ ഇഞ്ചി ഉണ്ട്, വറ്റൽമുളക്, പുളി, ചെറിയ ഉള്ളി, അതുപോലെ പച്ചമുളക് എനിക്ക് എരിവ് കൂടാൻ, അതുപോലെ മല്ലിച്ചപ്പ്, അതുപോലെ നമ്മളെ മെഷീന്. നമ്മളെ കഞ്ഞി റെഡിയായി. ചമ്മന്തി റെഡിയാകുമ്പോൾ കഞ്ഞി റെഡിയാവും. കണ്ടില്ലേ? അപ്പോൾ സംഭവം അങ്ങനെയാണ് കേട്ടോ. അപ്പം തേങ്ങ ചിരണ്ടാൻ പോവാണ്. കണ്ടോളി. കണ്ടില്ലേ? അങ്ങനെ ജാറിലേക്ക് ഓരോ സാധനങ്ങൾ ഇടുകയാണ് കേട്ടോ. ഉണക്കുളകുണ്ട്, ചെറിയ ഉള്ളി, ഇഞ്ചി, തേങ്ങ. ഇത് കൊള്ളൂലല്ലോ, എന്താ? അയ്യോ, ഇത് കൊള്ളൂല. അപ്പോൾ നമ്മൾ നോക്കാം. അപ്പോൾ ജാറ് മാറ്റി ചമ്മന്തിക്കൊക്കെ ചെറുതിന് തെറ്റായില്ല. ഓണുണ്ട്, അതുകൊണ്ടാണ് പറയാനില്ല. ചെയ്തു നോക്കി. അപ്പം അറിയാം. ഇത് വീഡിയോ കണ്ടാൽ എല്ലാം മനസ്സിലാവും. അറിയാത്തവർക്ക് കേട്ടോ, വെറുതെ കഞ്ഞി റെഡി. തിളച്ചുകൊണ്ടിരിക്കുക. ആയി, ചമ്മന്തിയായി. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചെയ്യാം കേട്ടോ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എല്ലാവരും ചെയ്യാം. എന്നിട്ട് ഈ ചമ്മന്തിയൊക്കെ രസിച്ച് വാങ്ങിയിട്ട് പോവാം.